ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ആക്ച്വലി ചെറിയൊരു സർപ്രൈസ് വീഡിയോ ആണ് കേട്ടോ. നമുക്ക് അമ്മുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ 29-നായിരുന്നു. നമുക്ക് അന്ന് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ഒരു യാത്ര കഴിഞ്ഞിട്ട് അതിൻ്റെ ഹാങ് ഓവറിലും കാര്യങ്ങളായിട്ട് നമുക്ക് ആർക്കും ഒരു വീഡിയോ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയൊരു സർപ്രൈസ് അമ്മുവിന് ചേട്ടായുടെയും ചേച്ചിയുടെയും വക ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അമ്മുവിന് യാതൊരു ഐഡിയ ഇല്ല എന്താണ് നടക്കാൻ പോകുന്നുള്ളതൊന്നും. അപ്പം നമ്മൾ നേരെ നമുക്ക് അമ്മുവിൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ അമ്മുവിനെ കൊണ്ടുപോവാണ്. അവിടെ ചെല്ലുമ്പോൾ മാത്രമേ അമ്മുവിന് ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ നമ്മൾ എവിടെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ചേച്ചി ചേട്ടായും കൂടെ ആക്ച്വലി ഒരു 1 നൈറ്റ് സ്റ്റേ ഇൻ റിസോർട്ട് ആണ് ആക്ച്വലി അമ്മുവിന് ഗിഫ്റ്റായിട്ട് നമ്മൾ സർപ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോ മൊത്തം. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. എവിടെ? ഏത് ലീല? ആരുടെ ലീല? ഏത് ലീല? ആരുടെ ലീല? ഇവിടെ എന്താ നമ്മള് വിമൽച്ചനെ കാണാൻ വന്ന്. എന്ത് എന്ത് എന്താ ഉദ്ദേശം? എന്താ ഇത് ആക്ച്വലി ചേച്ചിയുടെയും ചേട്ടാരുടെയും ചെറിയൊരു ഗിഫ്റ്റാണ്. എന്ത് പൊഞ്ചിച്ചേടൻ ചേട്ടായുടെയാ? ചെക്കിനാണ്. പൊഞ്ചിച്ചേടൻ ചേട്ടായുടെയാ? യെസ്. ഇത് തരാൻ കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞത് അജു അവിടുത്തെ പറഞ്ഞു കൊടുത്താ? ഇല്ല. പിന്നെ അത് ആക്ച്വലി നമ്മള് അതിന്റെ പിന്നിൽ വേറൊരു സ്റ്റോറി ഉണ്ട്. ആക്ച്വലി നമ്മള് വേറെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോ ആക്ച്വലി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ നീ വെക്കുന്നല്ലോ അവന്റെ പൂൾ ബില്ലൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഇവിടെ ഇരിക്കുന്നത് മറ്റേ 12 രൂപ ഉണ്ടായെന്ന് തോന്നുന്നു മൊത്തം എടുത്തത്. ബേസിക് കുഴപ്പമില്ല. ചേച്ചി എന്തായാലും അത്രയും പറഞ്ഞിരുന്ന എന്റെ അടുത്ത്. നടന്നോ? അങ്ങനെ അമ്മുവിൻ്റെ സർപ്രൈസ് നമ്മൾ പൊളിച്ചിരിക്കുന്നു. നടന്നോടാ, നടന്നോ. താങ്ക് യു. എന്താണ് ഇതൊക്കെ? എന്താ എനിക്കെന്താ കൊല്ലുന്ന സംശയമുണ്ട്. എന്തുണ്ട്? നല്ല അടിപൊളി വ്യൂ കണ്ടോടാ. നമ്മൾ എവിടെയാണ് വന്നേ? ഇല്ല, ഇതെല്ലാം ഞാൻ പാക്ക് ചെയ്ത എന്തൊക്കെയോ എടുത്ത് വെച്ച് എന്തൊക്കെയോ ഡ്രസ്സുകൾ ഏതൊക്കെയോ. കാരണം ഇൻ കേസ് മറ്റേ ബാഗൊക്കെ അമ്മയുടെയൊക്കെ പ്ലാനിങ് ആയിരുന്നു. മറ്റേ അളിഞ്ഞ ബാഗ് എടുത്ത് വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുള്ള് സെറ്റാക്കാനായിട്ട് തന്നതാ. ഇതായിരിക്കും മറ്റേ ബോട്ട്. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു. ഇന്നലെ ബുക്ക് ചെയ്താ ഇവന്. ഞാൻ ഒരു നിമിഷം ഞാൻ എനിക്ക് രാത്രി വയ്യാണ്ടായപ്പോഴത്തേക്ക് തീർന്ന പണി പാളിയെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ ഇതായിക്കോട്ടെ, നമ്മൾ ബോട്ടിങ്ങിൽ വന്ന് ഹൗസ് ബോട്ട്. അത് കംപ്ലീറ്റ് ഏതാ? നിന്റെ ബർത്ത്ഡേ. എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ തിരിച്ചു കൊടുക്കാം. അമ്മു എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അതുണ്ട്, കുറെ അതുപോലെ ഉണ്ട്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഫ്രണ്ട് കണ്ടോ? നേരെ ഒരു ലേക്ക്, അഷ്ടമുടി ലേക്ക്. യെസ്, അഷ്ടമുടി കായൽ. ഊഞ്ഞാലിരിക്കാം. വാ. റൂം ഇഷ്ടപ്പെട്ടോ കൊച്ചിനെ? അമ്മുവിൻ്റെ വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ ചേച്ചിക്കും ചേട്ടായിക്കും താങ്ക്സ് ടു ചേച്ചി ആൻഡ് ചേട്ടായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ചേട്ടായിന്റെ അടുത്ത് ഞാൻ ഉടക്കൊക്കെ ചെയ്ത് എന്റെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തില്ല. അതെ. ഇതാണ് റൂം. എനിക്ക് പെയിന്റിംഗ് ഭയങ്കര ഇഷ്ടമായി. വോൾ അല്ലേ?
പക്ഷെ ആ ഒരു ഡിം ലൈറ്റ് ഭയങ്കര രസമുണ്ട് കേട്ടോ റൂമില്. ഇതുണ്ടോ ഇതിന്റെ മുകളില് മറ്റേതാ മറ്റേ തട്ടംപുറം പോലെ. പോലെ ഇല്ല പോലെ കൊണ്ടില്ലേ. ആ അത് തന്നെ. അല്ല കുറച്ച് കോട്ടേജസ് ഉണ്ട് അവർക്ക് ഇങ്ങനെ. ഇല്ല എന്തോ അഞ്ചൽ കോട്ടയോ അങ്ങനെ എന്തോ ഈരാറ്റുപേട്ട അഞ്ചൽ. അതാണ് ആക്ച്വലി ഒരു ഫുൾ റൂം. അവിടെ ഒരു ടേബിളും ചെയ്യണം, പിന്നെ ഒരു ബെഡും, അവിടെ ചെറിയൊരു സ്പേസ് ഉണ്ട്. നമ്മൾ കയറി വരുന്ന വഴി ഒരു ടി വി, അതിന്റെ ടേബിളും കാര്യങ്ങളൊക്കെ. നേരെ വാഷ്റൂമിലേക്ക്. നമ്മളെടുത്തത് റോയൽ വില്ല വിത്ത് പ്ലഞ്ച് പൂൾ ആയിട്ടുള്ളത്. ഈ കഴുത്തിലേക്ക് എന്തോ കിടക്കുന്നത് അവര്. ഇതൊരു ഒരു ടോയ്ലറ്റ് സെഷൻ ഉണ്ട്. ഏതാ എന്റെ വലിയ ആഗ്രഹമായിരുന്നു ജനലൊക്കെ ഉള്ള ബാത്റൂം. ഓക്കെ ദെൻ അത് കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞിട്ട് ഹെയർ ഡ്രൈ കുളിച്ചിട്ട് മുടിയൊക്കെ ഉണക്കാൻ. ഇതെന്ത് ലോഷൻ, ഷവർ ക്യാപ്പ്, ഷേവിംഗ് കിറ്റ്, ഡെന്റൽ കിറ്റ്, കോംബ് എല്ലാം ഉണ്ട്. നമ്മൾ ഗ്ലാസ് ചെയ്ത കക്കൂസിലിരിക്കുമ്പോ ദാഹിക്കുവാണെങ്കിൽ നമുക്ക് വെള്ളം കുടിക്കാം. ഓക്കെ, ബാത്ത് സോപ്പ് നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഒരു സ്പേസ് ശരിക്കും കാണിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. പക്ഷെ എന്തായാലും നമ്മൾ കാണിച്ച ടവൽസ് ഒക്കെ ഇവിടെ. പക്ഷെ അവർ ആക്ച്വലി ഇത് വേ ഓഫ് പ്രസന്റേഷൻ ഭയങ്കര. അല്ല ഇതൊന്നും നമ്മൾ ഉപയോഗിക്കത്തില്ല. അതെ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഒരു ടബ് ഏരിയ ഉണ്ട്. ഓക്കെ, ഇവിടെ ഷാമ്പൂ ഇതെല്ലാം ഞാനെടുത്ത് ബാഗിലിടും. ഓക്കെ, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ. എന്തോടെ ഡോറൊക്കെ പൊളിച്ചെടുക്കില്ല. പക്ഷെ നല്ലൊരു ഏരിയ അല്ലേടോ ഇത്. എടാ നീ വരുന്നത് അവര് പ്രമാണിച്ചൊരു ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇട്ടിട്ടുള്ള. അടിക്കോ അടിക്കോ പൂൾ ഡ്രസ്സ് ഏതൊക്കെയോ ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഷോർട്സ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് തന്നെ. കാരണം ഇത് ആക്ച്വലി ഫുൾ സർപ്രൈസ് ആയതുകൊണ്ട് അമ്മുവിന്റെ പൂൾ ഡ്രസ്സ് എവിടെ ഇരിക്കുക, ഏത് ഡ്രസ്സാണെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത് കാരണം ഞാൻ എൻ്റെ ഒരു ഷോർട്സും ടീഷർട്ടും എടുത്തു. അതെ, വെൽ പ്ലാൻഡ് ആയിരുന്നു അവർ. കാരണം ലഗേജ് ഒക്കെ നമ്മൾ അമ്മു അറിയാണ്ട് ഫുൾ എടുത്തു വെക്കാൻ അച്ഛനെ ഹെൽപ്പ് ചെയ്തത്. ഔട്ട്ഡോർ ഷവർ തിരിച്ചാൽ മതി. മഴയില്ലെങ്കിലും മഴയെന്ന് വിളിച്ച് കുളിക്കാൻ പറ്റും. അതുകൊള്ളാം അല്ലേ, നാച്ചുറലായിട്ട്. അത് അതിൻ്റെ ഇത് ഉണ്ടോ ഒരു കരിങ്കല്ല് തന്നെ അതും അതിൻ്റെ ഇത് ഫൗണ്ടേഷൻ ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട്. ഇത് കണ്ടോ മേളിൽ കണ്ടോ. ആക്ച്വലി ഇതാണ്. ഇതിൽ വേറെ ഒരുപാട് റൂംസ് ഉണ്ട്. അതെ, നല്ല നൈസ്. ഇവിടെ ഉണ്ട് കണ്ടോ. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ നിന്ന് കഴിക്കാം. ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ, വലിയ വെയിലുമില്ല ചൂടുമില്ല. വെയിലുണ്ടെങ്കിൽ തന്നെ ഇവിടെ ഷീറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് പൂളിൽ അതെ ചൂടില്ല, ഇന്ന് ചൂടില്ല. കാരണം 2 ദിവസമായിട്ട് ആക്ച്വലി മഴ പറഞ്ഞേക്കാണ് അല്ലേ. അത് കാരണം നമ്മൾ മഴ പറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു മഴ പെയ്യുന്നില്ല. അതെ, മഴ നോക്കാം പെയ്യുമെന്ന്. ഇതാണ് നമ്മുടെ ഇതിന്റെ ഔട്ട്ഡോർ ഒക്കെ. നമുക്ക് 5:30 അല്ലേ ബോട്ടിംഗ് ഉണ്ടല്ലേ. ഔട്ട്ഡോർ ഒക്കെ അപ്പം നമ്മൾ കാണിച്ചു. വരൂ. എന്താണ് ഫുഡ് ഇന്നത്തെ സ്പെഷ്യൽ? ചിക്കൻ ജെല്ലിക്കട്ട്, പൊറോട്ട, പിന്നെ സിറിയൻ ബീഫ് ഫ്രൈ. ഓ, ആരവിടെ ഫുഡ് വിളമ്പും കഴിക്കട്ടെ. വരില്ല ഞാൻ. അമ്മ നിന്റെ ഫോൺ ഞാൻ വെള്ളത്തിൽ മുക്കിയായിരുന്നു, കുഴപ്പമുണ്ടോ എനിക്ക്? ഫോട്ടോഗ്രാഫാണ് പ്ലീസ്, അങ്ങനെ പറയരുത്. എന്തോ അത് എന്തോ അത് അവിടെ അത് ഇച്ചിരിയല്ലോ അച്ചാറോ എന്തോടെ ചെറിയ പാത്രത്തിനകത്ത്. ഇതിന്റെ വലിയ പാത്രമൊന്നും കിട്ടിയില്ലേ അവർക്ക്? ആണോ? ഒരു തുള്ളി ഞാൻ തരില്ല. തിന്നെടുത്ത് വൈകി താഴെ. നിനക്കെന്തോ അതെന്തോടോ? കോഴി പൊട്ടിത്തെറിച്ചോ എന്തോന്നു? ജെല്ലിക്കട്ട് ചിക്കൻ. യെസ്, കാണിക്കൂ. എന്താണ് യെസ്. ഓ വരുന്നില്ല, അടുത്തോട്ട് കാണേ. ഓ നൈസ്. ഇങ്ങനെയുണ്ട്. എന്തോടോ അത്? ചിക്കൻ ജെല്ലിക്കട്ട്. ഓ നൈസ്. സിറിയൻ ബീഫ് ഫ്രൈ. പൊളി. അവർ സ്വന്തം കേരള പൊറോട്ട ഇല്ലാതെ ഉണ്ടാകും. പക്ഷേ ചിക്കൻ ജെല്ലിക്കട്ടും ബീഫും. ഓ, പിന്നെ നമ്മുടെ
സിറിയൻ ബീഫ് ഫ്രൈ. അതിന്റെ മോനെ ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തോ. ചെറിയ പാത്രം. ക്വാണ്ടിറ്റി അല്ല, ക്വാളിറ്റിയാണ് പ്രധാനം. ഇത് അതാ എന്റെ ഫേവറേറ്റ്. എന്തായിരുന്നു മക്കള്? ചിക്കൻ ജെല്ലിക്കെട്ട്. ആ, ജെല്ലിക്കെട്ട് കോംബോ. അജു പൊറോട്ട ഒന്ന് കഴിച്ചു നോക്ക്. പൊറോട്ട കഴിച്ചു നോക്ക്. ഭയങ്കര സ്വീറ്റ്. അജു എത്ര പൊറോട്ട പറഞ്ഞ? 3. ഞാൻ 2 പറഞ്ഞുള്ളൂ അല്ലേ? ഇനി കഴിച്ചിട്ട് നമുക്ക് കാണാം അല്ലേ? എങ്ക പോയിട്ട് இருக்கே? ഓയാ, നമ്മളെ ബോട്ടിങ് അവിടെ ഉണ്ടല്ലേ? ബോട്ടിങ് 30 മിനിറ്റ്സേ ഉള്ളൂ. 30 മിനിറ്റ്സേ ഉള്ളൂ അല്ലേ? ഈ അഷ്ടമുടി കായലിൽ ഒരു ബോട്ട്. എടാ പൊളി ക്ലൈമറ്റ് അജു, ഒന്നും പറയാനില്ല. അന്ന് നമ്മൾ വന്നപ്പോ അജുവിന് ഓർമ്മയുണ്ടോ? ജോസ്നയും സ്വരൂപിന്റെ കൂടെ. ഇന്ന് നല്ല തിരക്കുണ്ടല്ലോ അവിടെ. അന്ന് അവർ രണ്ടുപേരും ഉണ്ടായുള്ളൂ. നമുക്ക് മുകളിലോട്ട് കയറാം കേട്ടോ. കയറുന്നതിന് കുഴപ്പമൊന്നുമില്ല. അതെ അതെ, ഇതാണ് നമ്മുടെ ബാറ്റിംഗ്. ബാറ്റിംഗ് 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 ബാറ്റിംഗ്. കേൾക്കാം. റെഡി? മഴക്കോള്, നല്ല മഴക്കോള്. ഈ ഇരിക്കുന്ന ചേർന്നു. ഇതാണ് കോക്പിറ്റ്. എന്തിന്റെ? വള്ളത്തിന്റെ. ഈ ഇരിക്കുന്ന അതിന്റെ ഫ്രണ്ടാ. പേരെന്തെന്നറിയാം? ഈ പുള്ളി എന്ത് ചെയ്തേ? ഇപ്പൊ ആള് ഇങ്ങോട്ട് സൈഡ് ആ ബ്ലേഡ് തിരിച്ചിട്ടാ. ലൈക്ക് ഇപ്പൊ നമ്മൾ ആ ബാക്ക്, അതിന്റെ ബോട്ടിന്റെ ബാക്ക് മൂവ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ വീഡിയോ ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാക്കണ്ട. ചെറുതായിട്ട് മൂവ് ചെയ്യുന്നുണ്ടോ, തിരിച്ചോണ്ടിരിക്കുകയാണ്. പുള്ളി അത് അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുക. നോക്കി നോക്കാം, ബാക്കി നമുക്ക് വഴി കാണാം. എന്തിനാ? റൈറ്റ് പോവാൻ. എന്നിട്ട് ഓടെ കൂടെ പോയി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ടീ ആൻഡ് കോഫി ഉണ്ട്. ഓക്കേ, നെക്സ്റ്റ് ടൈം. ഓക്കേ, എന്താ പുള്ളി ചവിട്ടി വെച്ചിരിക്കുന്ന സാധനം ഉണ്ടോ? പെഡലാണോ അത്? ഫോർവേഡും ബാക്ക് ബാക്ക് ഇട്ടേക്കുക. സൈഡിലേക്ക് ലിവർ ഉണ്ട്. പുള്ളി ഇപ്പോൾ ചവിട്ടിയിരിക്കുന്ന ആക്സിലേറ്റർ ആണെന്ന് സംശയം. പുള്ളി ഇപ്പോൾ ചവിട്ടിയിരിക്കുന്നതേ ആക്സിലേറ്റർ ആണെന്നൊരു സംശയം. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ലീല റാവിസ് അല്ലേ? ലീല രവി എന്നാണോ? ഓ, ലീല രവി. എനിക്ക് നമ്മൾ അവിടെ താമസിക്കുന്നല്ലേ? അതിന്റെ ഇവിടെ വേറെ കോട്ടേജ് റാവിസ്. തെങ്ങിന്റെ തെങ്ങ് അല്ല, തെങ്ങല്ല, തേങ്ങ. കൊള്ളാല്ലേ അമ്മു? സത്യം പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ്, നല്ല മഴക്കോളുണ്ടോ, വെയിലും ഇല്ല. മനസ്സിലായോ? അവിടെ കുറച്ച് ഫിഷിംഗ് ബോട്ട്സ് ഒക്കെ ഉണ്ട് കേട്ടോ അമ്മു. എവിടെ? കൊച്ചിന് പോയി നിൽക്കണേ, ഞാൻ ഫോട്ടോ തരാം. ഓക്കെ. അതിനകത്ത് റൂംസ് കണ്ടോ? അത് ആക്ച്വലി നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഹോൾ ബോട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അതെ, 2 ബെഡ്റൂമാണ്. അതിൻ്റെ അറ്റാച്ച്ഡ് വാഷ്റൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. ആക്ച്വലി നമ്മുടെ സ്റ്റേ ചെയ്യുന്ന പ്രോപ്പർട്ടി. ലൈറ്റ്സ് ഒക്കെ പാട്ടില്ലേ? നൈറ്റ് ഒക്കെ വരും കേട്ടോ. ലൈറ്റ് രസമുണ്ട്, നല്ല രസമുണ്ട്. യെസ് ചായ പിടിക്കാം. അവിടെ ഇത് കണ്ടോ, അടിപൊളി അല്ലേ? നൈസ്. അജു, ലെറ്റ്സ് ഗോ ഹാവ് സം ടീ ആൻഡ് കോഫി. എടാ ഇത് കണ്ടോടാ, ഈ സംഭവം കണ്ടോ? മറ്റേ പ്രാവൊന്നും ഉള്ളിലേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി എന്താ ഉള്ളേ? വി ഹാവ് സം പിടി, സം ആലു പാലക് പക്കോട, ടീ, കോഫി. അജുന് എന്തോ വേണ്ടേ? ഇത് ഇത് ആലു പാലക് പക്കോട ആൻഡ് സം അമ്മിണി കൊഴുക്കട്ട, ടീ ആൻഡ് കോഫി. എന്തോ വേണ്ടേ? കോഫി. കോഫി? ഓക്കെ. ഇതല്ലേ ലോബി? അടിപൊളി അല്ലേ? ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ. വാവ്, ഇവിടെ ഈ ലൈറ്റ് കൂടാ പൊളി. അജു വേറൊരു കാര്യം കാണിച്ചട്ടെ.
ഇത് കണ്ടോ, ഇതിന്റെ ഇവിടെ സ്പൈസസാ, മനസ്സിലായോ? ഈ ബോട്ടാ, കപ്പലാ, ഇതിനെന്തോ പറയുന്നേ? ആ, ഈ വള്ളത്തിൽ ഇറ്റ്സ് ഫുൾ ഓഫ് സ്പൈസസ്. ഗ്രീൻ പെപ്പർ, ഡീഹൈഡ്രേറ്റഡ് പെപ്പർ, ഇതില്ല നമ്മുടെ കുരുമുളക്, മഞ്ഞൾ, അതെ. ഒരു മുറി വന്ന് പാരായ. അതെ, എങ്ങനെയുണ്ട് അച്ചു? അടിപൊളിയല്ലേ? താങ്ക് യു വൺസ് അഗെയിൻ പൊന്നു ചേച്ചി ആൻഡ് ചേട്ടായി ഫോർ ദിസ് ബംബ്ലാസ്റ്റിക് ബർത്ത്ഡേ ഗിഫ്റ്റ്. ഓക്കേ, ബെൽറ്റ് യൂസ് ചെയ്ത് അതല്ലേ അജു? എൻ്റെ ഇത് പൊഞ്ചിച്ചും ചേട്ടായി എനിക്ക് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. അജു വന്നതിൻ്റെ ഉദ്ദേശം എടാ നാണം ഉണ്ടോടോ എനിക്ക് ഓസടിക്കാൻ. അജു എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ട ഈ ലാമ്പ്. എടാ ഇവിടെ നിന്നിട്ടുള്ള വ്യൂ നോക്കി അജു, പൊളി 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 പൊളി, അടിപൊളി. നമ്മുടെ വില്ല അല്ല, നമ്മുടെ കോട്ടേജ് അടിപൊളി അല്ലേ? ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കേറി പറ്റു? ആടട്ടെ, ഇതെന്തോ പാർക്കല്ലോ, പാർക്കല്ലോ. ഉണ്ണിക്കാൽ വളരേണം, ഉണ്ണിക്കൈ വളരേണം. അമ്മടി പൊന്നുറങ്ങടാ, അമ്മടി പൊന്നുറങ്ങിക്കോട്ടാ. ആണല്ലേ? ഒന്നിറങ്ങോ, ഞാൻ കയറട്ടെ. എങ്ങനെയുണ്ടമ്മൂ? ഓണം വന്നല്ലോ, ഞാലാടണ്ടേ, കോടി ഉടുക്കണ്ടേ, ഉണ്ണി ചാടി മറിയണ്ടേ, കൂട്ടുകാരെ നമുക്കിനി സ്കൂളിൽ പോകണ്ടേ. സ്കൂളിലോ? നല്ല സുഖടാ. ക്ലൈമറ്റ് അടിപൊളി അല്ലേ? ആ കാണുന്നതാണ് നമ്മുടെ ബ്ലങ്കാസ്. എടാ മഴ പെയ്യുന്നുണ്ടോന്നൊരു സംശയം. യെസ്, ഓടിക്കോളൂ. മഴ പെയ്യുന്നുണ്ട്. അമ്മു എന്താ ഇപ്പൊ പരിപാടി? ക്ലാസിക്കൽ ഡാൻസ്. ഓക്കെ, ഒരു 10 minutes ഒരു ക്ലാസിക്കൽ പെർഫോമൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ നിന്നാണ് പറഞ്ഞത്. നമ്മൾ ആക്ച്വലി വന്നിട്ട് 5 minute ആയി. വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ? റാന്തൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻ്റ് ആണിത്. ഇത് ആക്ച്വലി 2 ബോട്ട് ചേർത്ത് വെച്ച് പിടിപ്പിച്ചിട്ട് 2-നകത്തോടെ സെറ്റ് ചെയ്ത് ഒരു ഡൈനിങ് സെറ്റപ്പ്. നമുക്ക് ചെറിയ ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പ്രീ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാം. അടിപൊളി കേട്ടോ. നൈറ്റ് വ്യൂ ഭയങ്കര രസമാണ്. അതെ, കണ്ടോ, നടക്കാൻ അത്യാവശ്യം ഉണ്ട്. ഇതുവഴി പോകണോ? ഇതുവഴി പോകണം. റാന്തല് പോലെയൊക്കെ വെച്ചിട്ട് നമ്മൾ ബോട്ട് ഇനിയിപ്പോ ജസ്റ്റ് ഒന്ന് പോയിട്ട് നേരെ കുളിച്ചാടാം. കാരണം നമ്മളിപ്പോ ലഞ്ച് കുറച്ച് ലേറ്റ് ആയിട്ട് നമ്മൾ കഴിച്ചു. അതെ, ഇപ്പൊ 7:48 ആയതുള്ളൂ. നമ്മൾ തിരക്കിയപ്പോ 10:30 വരെ നമുക്ക് ബൊഫേ ഉണ്ട്. സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് നമുക്ക് വിശക്കുന്നില്ല. അപ്പൊ പൂളിച്ചാടി സാധാരണ വിശക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടെ നമ്മൾ ഇതാ പൂളിലേക്ക് പോകുന്നു ഗൈസ്. പലയിടത്ത് അല്ല ഒരുപാട് എനിക്ക് പെട്ടെന്ന് എന്ത് ഓർമ്മ അറിയാം, ഒരു മിനി മെക്സിക്കൻ ഒരു സെറ്റപ്പ് മനസ്സിലായി. നമ്മൾ ആ മെക്സിക്കോ വീഡിയോയിൽ കാണിച്ചില്ലേ കുറെ ഫുഡ് ഐറ്റംസ്. എല്ലാം ഉണ്ട്. അതായത് നാടൻ എന്ന് പറയാനായിട്ട് നാടൻ ബീഫ് ഫ്രൈ ഒക്കെ കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പറയുന്ന പോലെ അവിടെ ഓൾറെഡി ആൾക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 9:30 ആകുമ്പോഴത്തേക്ക് സംഭവം എല്ലാം ബാക്കി ഉണ്ടാവുന്നുണ്ടോ? അല്ല അത് മാത്രമല്ലടോ, ഇന്ന് ആക്ച്വലി അത്ര തിരക്കില്ല.
എണ്ണി വെച്ചിട്ട് വരണ്ടായിരുന്നു എത്ര ഡ്രസ്സൊക്കെ ഓർഡർ യെസ് നമ്മുടെ കോട്ടേജ് എത്തിയിരിക്കുന്നു. അജു എങ്ങനെയുണ്ട്? സൂപ്പർ. ഫുൾ ടൈം ഇനി ഇവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വിശക്കണം നമുക്കല്ലേ? ഒരു മണിക്കൂർ അതെ. എന്നിട്ട് നമുക്കൊരു 9 മണിയാകുമ്പോൾ 9:15 കയറും. 9:30 ആകുമ്പോഴത്തേക്ക് നമ്മള് ഫുഡ് കഴിക്കുമ്പോൾ നോക്കണം. ആടാ മഴയുണ്ട്. ഓ എന്റെ ടാറ്റൂല് വെള്ളം. മഴയുണ്ട്, നല്ല വെളിച്ചമുണ്ട്. അത് അടിപൊളി ഫ്രെയിം. അത് നമ്മുടെ ബെഡ്റൂം അല്ലേ? ഒരു മൂൺ ലൈറ്റ് പോലത്തെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതെ 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 അതെ. എനിക്ക് ഭാഗ്യത്തിന് ഇവിടെ കിടന്നൊരു ട്യൂബ് കിട്ടി. ആ ട്യൂബിലാണ് ഞാൻ, കാരണം എനിക്ക് എൻ്റെ ടാറ്റു ഇന്നലെ ചെയ്തോണ്ട് അല്ലെ മെനിങ്ങാൻ ചെയ്തോണ്ട് ഞാൻ വെള്ളം നനയ്ക്കുന്നില്ല. നനച്ചെന്ന് വെച്ചാൽ കുഴപ്പമുണ്ടോന്ന് വെച്ചാൽ എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഞാൻ നനയ്ക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് പൂളൊക്കെ കഴിഞ്ഞ് അതാണ് നമ്മുടെ റൂം, ബാത്റൂം, അതാണ് നമ്മളെ ബെഡ്റൂം അല്ലേ? അപ്പൊ പൂള് കഴിഞ്ഞിട്ട് കാണാം അല്ലേ? ബൈ. ഡിന്നർ ടൈം. എന്തൊക്കെ ഉണ്ട് അജു? എന്തോ ചിക്കൻ ഇൻ 5 സ്പൈസ്, എന്തോടോ ദാബ മുർഗ്, ഫിഷ് മുളകിട്ടത്, നാടൻ ബീഫ് കറി, ഗിൽ ഫിഷ് വിത്ത് സ്പൈസി ടൊമാറ്റോ, പിന്നെ കുറേ സാലഡ്സ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ബീഫ് ചില്ലി, ചിക്കൻ എന്തോ സംതിങ്, ക്രം ഫ്രൈഡ് കോളിഫ്ലവർ, ആലു ടിക്കി, ഹച്ചിങ്ങ മസാല, പൊട്ടാറ്റോ കറി, പടവലങ്ങ പരിപ്പ്, മിക്സ്ഡ് വെജിറ്റബിൾ ടു പാസ്ത. ഞാൻ പാസ്ത എടുക്കുവേ. പിന്നെ സം പപ്പഡ്, കടായി സബ്സി, പനീർ, ദാൽ മക്കട, നൂഡിൽ, മിൻ റൈസ്, മട്ടൺ, സ്റ്റീം റൈസ്, റൊട്ടി എന്തോ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ സാലഡ്സ്, അല്ല സാലഡ്സ് അല്ല, കുറേ ഡെസേർട്സ്. കഴിച്ചാലോ? ഓക്കെ. അമ്മു ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നോ? ഫുഡ് അടിപൊളി, നൈസ് ആയിരുന്നല്ലേ? നമ്മളെല്ലാം കുറച്ചായിട്ട് എടുത്തു, ഹെവി ആക്കിയില്ല. ലഞ്ച് ആക്ച്വലി നമ്മൾ സമയം തെറ്റി കഴിച്ചതിൻ്റെ ഒരു, അല്ലെങ്കിൽ ഡിന്നർ കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്ത്. അതെ, നമ്മളൊന്നും വിട്ടില്ല, എല്ലാം ഇതെന്നാണത്? എനിക്കിഷ്ടം. ഇതെന്താ? കോഫി ബീൻസാ? കോഫി ബീൻസ് അത് ഇട്ടേക്കുന്നുണ്ടോ? അതെ. നമ്മൾ ഇനി കിച്ചണ്, നമ്മുടെ വീടിന്റെ കിച്ചൺ റെനോവേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ഗ്ലാസ് ഷെൽഫുകളാക്കണം. ഇങ്ങനെ കിച്ചൺ റെനോവേറ്റ് ചെയ്യാൻ ഇപ്പോഴല്ല, അതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അമ്മുവേ, ഈ ടേബിൾ കണ്ടോടാ? തടി കഷ്ണമാണോ ഇത്? ഇത് ആക്ച്വലി മാറിയിട്ട് നോക്കട്ടെ. ഇതൊരു ഹോൾ പീസ് ഓഫ് ഫുഡായത് കണ്ടോ? അത് മരത്തിന്റെ വണ്ണം നോക്കി നീ കണ്ടോ? അത്ര ഒറ്റ മരം. അതിനെ ജസ്റ്റ് ലെവൽ ചെയ്യാനായിട്ട് മാത്രം റൂഫ്, ആ ടോപ്പിൽ മാത്രം ഒന്ന് ചെത്തി സ്ലൈസ് ചെയ്ത് താഴെ ഒന്ന് ബേസ് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. നല്ല രസമുണ്ട്. ലോബി നൈസ്. അത് ഇവിടെ ഒരെണ്ണമുണ്ട്, ഇത് കണ്ടോ? ഇത് നല്ലതാണേ, ഇത് നല്ലതാ. കാരണം അവിടെ നമുക്ക് ടേബിൾ ടെന്നീസും പൂളും ഒക്കെ ഉണ്ട്. ഇതിനാടാ കുതിരവണ്ടി, ടയറൊക്കെ ഉണ്ടോ? ഇത് കണ്ടോ? 4 ടയറ്. ഓക്കെ, അത് ഫിക്സ് ചെയ്തേക്കുക കേട്ടോ, അത് ഫിക്സ് ചെയ്തേക്കുക. ഇങ്ങനെ ഒരു കൂടപ്പറപ്പിനെ കിട്ടിയതിന് നന്ദി, ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എന്റെ കൂടപ്പറപ്പിന് ഇനിയും ഇങ്ങനെയുള്ള നല്ല ആശയങ്ങൾ അവരുടെ തലയിൽ തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരു മെയിൻ പൂളുണ്ട്, അത് കണ്ടോ? പിന്നെ പക്ഷെ അത് 77 ഉള്ളൂ. 77 ഉള്ളൂ. അത് ആക്ച്വലി കോൺഫറൻസ് ഹാൾ അല്ലേ? ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ നേരെ ഒന്ന് കുറച്ച് നടക്കുന്നു, അത് കഴിഞ്ഞിട്ട് 1 hour റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും പൂളിൽ ചാടുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പൂൾ നമ്മൾ ആക്ച്വലി ഇൻഡോർ പൂൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതെ,
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് രാവിലെ എണീക്കുന്നു. ഇനി നമുക്ക് രാവിലെ എത്തിയിട്ട് കാണാം അല്ലേ അജു? ഓക്കെ. അപ്പോൾ അതെ ഓടണം. നല്ല മഴയുണ്ട്, നല്ല വൈബുണ്ട് ഇവിടെ. റൂമിലോട്ട് പോകാൻ വിചാരിക്കായിരുന്നു, പക്ഷെ നല്ല മഴ. അപ്പം നമ്മൾ വിചാരിച്ച് കുറച്ച് നേരം ഇവിടേക്ക് നിന്നിട്ട് റൂമിൽ പോകുന്നതാണ്. അപ്പം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. ഇരുട്ട് ഇപ്പുറത്തോട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. അപ്പം നാളെ കാലേ സന്ധിക്കും വരോ. വണക്കോ, ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇപ്പൊ സമയം എത്രയാച്ചു? 9:30. നമ്മള് 8 മണിക്ക് അടിച്ച് പൂളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നതാ. പക്ഷെ നല്ല ലേറ്റ് നൈറ്റ് പൂളിലൊക്കെ കിടന്ന് ഉറക്കം എണീറ്റപ്പം സമയം 9 മണി. അപ്പം നമ്മളൊന്ന് ഫ്രഷായി. അയ്യോ, നമുക്ക് ഇന്ന് ഈ വഴി പോയാലോ അതാ വഴി വേണോ? ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ എണീറ്റപ്പോൾ ലേറ്റായി. ഇന്നലെ രാത്രി ഉണ്ടല്ലോ മറ്റേ ചുല്ലിടുവോ അങ്ങനെ എന്തോ സംഭവം ഇല്ലേ, അതിൻ്റെയൊക്കെ സൗണ്ട് ഓർമ്മയുണ്ടോ അച്ഛന്? കേൾക്കുന്നത് അത്. പിന്നെ തവള, അയ്യോ ഭയങ്കര. അതെ, ഭയങ്കര പ്രകൃതി രമണീയമായ ഉറക്കമായിരുന്നു ഇന്നലെ നമുക്ക്. രാത്രി നടന്നിട്ട് വന്നപ്പോഴത്തേക്ക് അപ്പൊ വേണ്ടേ, ഇന്നും നല്ല വലിയ ചൂടൊന്നുമില്ലല്ലേ? അറിയില്ല. ഇന്നിപ്പോ രാവിലെ 9:30 ഇച്ചിരി പിടിച്ചുണ്ട്. ഇന്നലെ നമ്മുടെ മഴയൊക്കെ ആയിരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. അതെ, ഇന്ന് ഇച്ചിരി ക്ലിയർ സ്കൈ ആണ്, അതുകൊണ്ട് വെയിലാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, കുറച്ച് നേരം റെസ്റ്റ്, നടക്കുക, നേരെ പൂളിച്ചാടുക, ചെക്കൗട്ട് ചെയ്യുക അല്ലേ. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവും. അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് 2-3 അമ്പലത്തിലൊക്കെ പോയിട്ട് ബാക്ക് ടു നമ്മുടെ വീട്. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനു വൈറ്റ് ബ്രെഡ്, ബ്രൗൺ ബ്രെഡ്, കുറച്ച് മഫിൻസ് ഉണ്ട് ഇവിടെ, കുറച്ച് സിനമൺ റോൾ, ചോക്ലേറ്റ് ക്രോസനൊക്കെ കഴിഞ്ഞു, ഡോണറ്റ്സ് ഒക്കെ ഉണ്ട്, അതിൻ്റെ ഫാറ്റ് പറാത്ത. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതെന്താ മാംഗോ മിൽക്ക് ഷേക്ക്, കുറച്ച് ഡ്രിങ്ക്സ് ഉണ്ട്, കുറച്ച് വെജ്. ഇതെന്നതാടാ? പഴങ്ങഞ്ഞി. ഓക്കെ, ഇതാ സെലിബ്രേറ്റ് എടുത്തിങ്ങനെ ഫ്ലേവേർഡ് യോഗേർട്സ് ഉണ്ട്. ഓക്കെ, കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, നാടൻ ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ സോസ്, ബോയിൽഡ് എഗ്, പൊട്ടാറ്റോ വെജസ് എടുത്ത്, പിന്നെ ടൊമാറ്റോ വെജീസ്, ബീൻസ്, ഇത് കഞ്ഞി, ആലു പറാട്ട എടുക്കാം, ചന മസാല എടുക്കാം, റാഗി മില്ലറ്റ്, ഇഡ്ഡലി, പുട്ട്, സാമ്പാർ, കടലക്കറി. അവിടെ ഒരു ലൈവ് ദോശ കൗണ്ടർ, ഫുൾ സൈഡ് കൗണ്ടർ, പാൻ കേക്ക്സ് കൊണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു മൈസൂർ മസാല ദോശയും പറഞ്ഞല്ലേ, കൊള്ളാം. അജു എന്തോ പറഞ്ഞേ? പ്ലെയിൻ മസാല ദോശ. ഞാൻ പക്ഷെ ഇതിൻ്റെ കൂടെ ഒരു മസാല ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ട്, നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും കഴിച്ച അടിപൊളി. ഇപ്പം ദോശ വന്നപ്പം ഞാൻ പോയി കുറച്ച് ചന മസാല, സാമ്പാർ, ഇത് നാടൻ കോഴിക്കറിയും, പിന്നെ ഇങ്ങനത്തെ കുറച്ച് ഡോണറ്റ്സും ക്രോസാൻ്റ് എല്ലായിരുന്നു എടുത്തത്. എനിക്ക് കറികളെല്ലാം ഇഷ്ടമായിരിക്കും. എക്സ്പെഷ്യൽ ചന മസാല എന്നാ ടേസ്റ്റാണ്, സൂപ്പർ ക്രിസ്പി ദോശ. നാടൻ കോഴിക്കറി ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ദോശയൊക്കെ വാ. ഒരു നാടൻ കോഴിക്കറി, ഭയങ്കര ക്രീമി നാടൻ കോഴിക്കറി. ട്രൈ ചെയ്തൊക്കെ നല്ല ക്രീമി ആയിട്ടുള്ള സാധനം, എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഭയങ്കര നിറഞ്ഞു. നമ്മളിന്ന്
പൂളിൽ ചാടുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്നുകൂടി നടക്കാന്ന് വിചാരിച്ചല്ലേ അമ്മു? അതെ. അപ്പോഴേ നമ്മൾ ഇന്നലെ നൈറ്റ് ആക്ച്വലി കാണിച്ച ആ പൂളില്ലേ, നല്ല ഭംഗിയുണ്ട്. ഒരു ശരിക്കും ഇത് എവിടെ നിന്ന് അറിയോ? നമ്മുടെ ആ മുകളിൽ ബിൽഡിങ്ങിന്റെ മുകളിൽ. അതെ 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 അതെ, ആ ഏരിയ നോക്കണം. ഒരു ഇൻഫിനിറ്റി പൂൾ ആക്ച്വലി. ഇത് കണ്ടോ? ഓ അതെ. അവിടെ ചെറിയൊരു താമരക്കുളമുണ്ട്. ഓക്കെ, താമരയുണ്ട്. ഇതുണ്ടോ? ഈ ഏരിയ നോക്കണം. ഇതേതാടാ ഡ്രസ്സൊക്കെ കഴുകി ഉണക്കിട്ടേക്കുന്നത്. പാപ്പൂനെ കൊണ്ടുവന്നെങ്കിൽ തള്ളിയിടായിരുന്നു. അവളെ കൊണ്ട് ഒരു ദിവസം പൂളിൽ പോണോ നമുക്ക്? അപ്പൊ ഇനി നമ്മൾ കുറച്ച് നേരം നടന്ന് നല്ല രസമുണ്ടല്ലേ. സ്റ്റെയറൊക്കെ നോക്കിയോടോ. അതെ, കൊള്ളാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടെ നൈറ്റ് വൈബ് ആട്ടോ ഇഷ്ടമായേ. വേറെ ഭംഗിയുണ്ട്, നൈറ്റ് വേറൊരു ഭംഗിയുണ്ട്. ആ നൈറ്റ് വൈബ് എനിക്ക് ഇഷ്ടമായി. നൈറ്റ് അത്രയും ലൈറ്റ്സ് വരുമ്പം ഈ ഭയങ്കര രസമായി. എടാ ഇത് നോക്കടാ, താമരക്കുളം. ഇവിടെ അങ്ങോട്ട് ഉണ്ടോ? എന്താ പറയാ, ട്രഡീഷണൽ ഒക്കെ. ഈവൻ ഇതിന്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫാന് എല്ലാം പഴയ ടൈപ്പ്. എനിക്കറിയില്ല, ഏൻഷ്യൻ ടൈമിലെ സാധനങ്ങള്. എടാ അതൊക്കെടാ, ബോട്ട് പോകുന്നുണ്ടാ അവിടെ. അതെ അതെ അതെ, നമ്മളെ കയറ്റൂലല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കുറച്ചു നേരം നടന്നിട്ട് ഉള്ളൊക്കെ ചാടിയിട്ട് ചെക്കൗട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഇപ്പൊ സമയം 11:51. നമ്മളത് ചെക്കൗട്ട് ചെയ്യാൻ പോവല്ലേ ജു? അപ്പം അതെ, അപ്പൊ ഈ കുട്ടി പൊഞ്ചിച്ചിയും ചേട്ടയും തരുന്ന ബർത്ത്ഡേ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.